Hi students, so today we are going to deal with the second speech of your third module, that is the French benefits of failure and the importance of imagination by J.K. Rowling. So the title, the French benefits means additional benefits. Additional കൊടുക്കുന്ന ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ആൻഡ് ദാറ്റ്സ് എ ടൈറ്റിൽ. സോ ആസ് ദ ടൈറ്റിൽ സീസ്, ദർ ആർ ടു പാർട്സ് ഓഫ് ദിസ് സ്പീച്ച്. ഒന്ന് ദ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഓഫ് ഫെയിലിയർ, ദെൻ ദ സെക്കൻഡ് പാർട്ട് ഇസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇമാജിനേഷൻ. And you know who J.K. Rowling is? J.K. Rowling is the author of the famous book Harry Potter series. And this is a speech delivered at Harvard University's graduation occasion. ഗ്രാജുവേഷൻ്റെ സമയത്ത് ഒരു ഗസ്റ്റായിരുന്നു J.K. റോളിംഗ് ഇവിടെ. ആ ഗ്രാജുവേഷൻ സ്പീച്ചാണ് ഈ പറയുന്ന നമ്മളുടെ ഈ ഫ്രഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന ഈ സ്പീച്ച് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഗ്രാജുവേഷൻ സ്പീച്ച് അറ്റ് ഹാർവർഡ് യൂണിവേഴ്സിറ്റി. So as I said, she decides to talk about the benefits of failure and the importance of imagination. ഈ രണ്ട് ടോപ്പിക്കിനെ പറ്റിയാണ് പറയുന്നത്. ഫസ്റ്റ് is the benefits of failure, second is the importance of imagination. And the topic is paradoxical because the topics are not related to each other. So ഈ രണ്ട് ടോപ്പിക്സും തമ്മിൽ വലിയ റിലേഷൻ ഇല്ല. It is paradoxical, but she wanted to speak about these two particular topics. So in the beginning of the speech, she talks about her life. ഏറ്റവും ആദ്യം അവളുടെ ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. ദാറ്റ് ഷീ ടുക്ക് ജർമ്മൻ ഫോർ ഗ്രാജുവേഷൻ ആസ് എ പാരൻറ്റ്സ് കമ്പൽഡ് ഹർ ടു ടേക്ക് എ വൊക്കേഷണൽ ഡിഗ്രി ടു ഗെറ്റ് ജോബ്സ് ഈസിലി. പെട്ടെന്ന് ജോബ് കിട്ടുന്ന ടൈപ്പ് ഓഫ് പ്രൊഫഷണൽ കോഴ്സ് എടുക്കാനായിട്ട് ഹർ പാരൻറ്റ്സ് കമ്പൽഡ് ഹർ, ആൻഡ് ഷീ ടുക്ക് ജർമ്മൻ ഫസ്റ്റ്. ജർമ്മൻ ആയിരുന്നു അവൾ ആദ്യം എടുത്ത ഗ്രാജുവേഷൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ബട്ട് സൂൺ ഷീ ഫൗണ്ട് ഔട്ട് ദാറ്റ് ഷീ കാൺ ഡു ഇറ്റ് പ്രോപ്പർലി. അതുകൊണ്ട് തന്നെ ഷീ ഡിച്ച്ഡ് ജർമ്മൻ. ആ കോഴ്സിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ, ആൻഡ് ഷീ ചേഞ്ച്ഡ് ഹർ കോഴ്സസ് ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. സോ അത് അവളുടെ പാരൻസിന് നോളജ് ഇല്ലാതെയാണ് ചെയ്തത്, ആൻഡ് ഹർ പാരൻസ് ന്യൂ അബൌട്ട് ഇറ്റ് ഓൺലി ഓൺ ദി ഗ്രാജുവേഷൻ ഡേ. ഗ്രാജുവേഷൻ ഡേയിൽ മാത്രമാണ് പേരൻസ് റിയലൈസ് ചെയ്യുന്നത് ദാറ്റ് J.K. റോളിംഗ് ഹാഡ് ചേഞ്ച്ഡ് ഹർ കോഴ്സ് ടു ലിറ്ററേച്ചർ. And she says that there is an expiry date for blaming parents for taking you in the wrong direction. So ഒരു എക്സ്പയറി ഡേറ്റ് വരെയുള്ളൂ നിങ്ങൾക്ക് പേരൻസിനെ ബ്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഫോർ ടേക്കിംഗ് യു ഇൻ ദി റോങ് ഡയറക്ഷൻ. സോ വെൻ എവർ യു ആർ മെച്യൂർ ഇനഫ് ടു ടേക്ക് യുവർ ഓൺ ഡിസിഷൻസ്, ദ റെസ്പോൺസിബിലിറ്റി ലൈസ് വിത്തിൻ യു. നിങ്ങളുടെ കയ്യിൽ എന്ന് ആ ഒരു മെച്യൂരിറ്റി വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ മെച്യൂരിറ്റി ആവുന്നു, പിന്നെ നിങ്ങളുടെ ഡിസിഷൻസ് എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു കാൺ ബ്ലെയിം എനി വൺ ഫോർ ടേക്കിംഗ് ദ ഡിസിഷൻസ് ഫോർ യു. കാരണം അത് നിങ്ങളുടെ റൈറ്റാണ് ടു ടേക്ക് ഡിസിഷൻസ് ഫോർ യുവർ സെൽഫ്. സോ ആ മെച്യൂരിറ്റി നിങ്ങൾക്ക് എപ്പോൾ വരുന്നോ അത് മുതൽ നിങ്ങളാണ് നിങ്ങളുടെ ഡിസിഷൻസ് എടുക്കേണ്ടത്. സോ ആഫ്റ്റർ ദാറ്റ് യു കാൺ ബ്ലെയിം എനിബഡി ഫോർ taking you in the wrong direction. Then she says that she passed the exams without much difficulty because it was a course she loved. So graduation കഴിയുന്നു. After 7 years of graduation, then she speaks about the period when she was 7 years after her graduation, and at that point of time she calls herself an epic failure. അവളെ തന്നെ വിളിച്ചിരുന്നത് at that point of time she was an epic failure because her marriage was short lived and her husband abandoned her. അവളുടെ marriage it was short lived because അവളുടെ husband അവളെ abandon ചെയ്ത് പോയിരുന്നു, and they had a daughter, and she had to look after this particular daughter, but she had no job. So she had no job, no earning, and she was jobless, and her husband abandoned her. So അവളുടെ parents എന്ത് പേടിച്ചാണോ അവളെ ജർമ്മൻ എടുക്കാൻ പറഞ്ഞത്, ആ ഒരു fears were realized at this particular point because she had no job and no earning, and she had a daughter. So she was a single mother with no earning or no money. So she stopped pretending what she is not and focused on what she was good at, that was writing. So അത്രയും നാളും അവളുടെ പ്രിറ്റൻഷൻസൊക്കെ അവൾ എന്താണോ അല്ലാതിരുന്നത് അതൊക്കെ അവൾ നിർത്തി വെച്ചിട്ട് അവൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി what she was good at, അത് റൈറ്റിംഗ് ആയിരുന്നു. And she was determined because she found out that she was alive even after her greatest fear was realized. ഒരു സിംഗിൾ മദർ ആവുക വിത്ത് നോ ഏർണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് വൺ ഓഫ് her ഗ്രേറ്റസ്റ്റ് ഫിയേഴ്സ്. അതിനുശേഷവും ഷീ വാസ് അലൈവ് എന്ന് പറയുന്ന ഒരു ഫാക്ടറായിരുന്നു അവളെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിച്ചൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഷീ ഹാഡ് 3 assets with her. ഒരു 3 assets ആയിരുന്നു അവളുടെ ലൈഫിൽ ആകെ ഉണ്ടായിരുന്നത്. വൺ വാസ് എ ഡോട്ടർ ഷീ അഡോർഡ്. അവളുടെ ഡോട്ടർ ഉണ്ടായിരുന്നു ഒരു അസറ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് അസറ്റ് വാസ് എൻ ഓൾഡ് ടൈപ്പ് റൈറ്റർ. ഓക്കെ, ഒരു ഓൾഡ് ടൈപ്പ് റൈറ്റർ ഉണ്ടായിരുന്നു. ആൻഡ് തേർഡ് അസറ്റ് വാസ് എ ബിഗ് ഐഡിയ, ദ ഐഡിയ ഓഫ് ഹാരി പോട്ടർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിയുടെ ഐഡിയ. ഈ 3 കാര്യങ്ങളായിരുന്നു ഇവളുടെ കയ്യിലൊരു അസറ്റ് എന്ന് പറയാനുണ്ടായിരുന്നത്. ആൻഡ് ദീസ് 3 തിങ്സ് ബിക്കെയിം എ സോളിഡ് ഫൗണ്ടേഷൻ ഓൺ വിച്ച് ഷീ റീബിൽഡ് ഹർ ലൈഫ്. സോ അവളുടെ ലൈഫ് റീബിൽഡ് ചെയ്യാൻ അവൾ ഉപയോഗിച്ച 3 അസറ്റ്സും ഈ 3 അസറ്റ്സ് തന്നെയായിരുന്നു. ദെൻ ഷീ സ്പീക്സ് അബൌട്ട് അവർ മെയിൻ ടോപ്പിക്. നമ്മളുടെ മെയിൻ ടോപ്പിക്കിനെ പറ്റിയാണ് പിന്നെ സംസാരിക്കുന്നത്. ആഫ്റ്റർ ഹാവിങ് സെഡ് ഓൾ ദീസ് തിങ്സ് ഷീ സ്പീക്സ് അബൌട്ട് ദി ബെനിഫിറ്റ്സ് ഓഫ്
ഫെയിലിയർ. സോ ബെനിഫിറ്റ്സ് ഓഫ് ഫെയിലിയർ ഒന്ന് അവൾ പറയുന്നത് ഇറ്റ് ഗിവ്സ് യു ആൻ ഇന്നർ സെക്യൂരിറ്റി ബിക്കോസ് ആഫ്റ്റർ എ ഫെയിലിയർ യു വിൽ ഡിസ്കവർ ഹൗ സ്ട്രോങ് വിൽഡ് യു ആർ ആൻഡ് ഹൗ ഡിസിപ്ലിൻഡ് യു ആർ. ഒരു ഫെയിലിയർ വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മൾക്ക് എത്രത്തോളം സ്ട്രോങ് വില്ലുണ്ടെന്നും നമുക്ക് എത്രത്തോളം ഡിസിപ്ലിൻ ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു പോയിന്റിലാണ്. നമ്മളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു ഫെയിലിയറിന് ശേഷം മാത്രമായിരിക്കും. ആ ഒരു കൈൻഡ് ഓഫ് റിയലൈസേഷൻ വിൽ ഗീവ് യു ആൻ ഇന്നർ സെക്യൂരിറ്റി. ഒരു ഇന്നർ സെക്യൂരിറ്റി നമ്മൾക്ക് തരുന്നത് ആ ഒരു ഫെയിലിയറിൻ്റെ ശേഷമാണ്. ആ ഫെയിലിയറിന് ശേഷം നമ്മൾക്ക് എത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നതിന് ശേഷം മാത്രമാണ് നമ്മളുടെ ആ ഒരു സ്ട്രെങ്ത്, നമ്മളുടെ ആ ഒരു ഇന്നർ സെക്യൂരിറ്റി നമ്മൾക്ക് കിട്ടുന്നത് ആ ഒരു സമയത്താണ്. ദെൻ വിൽ നോ ദ വാല്യൂ ഓഫ് അവർ റിലേഷൻഷിപ്സ് ആഫ്റ്റർ കൺഫ്രണ്ടിങ് എ ഫെയിലിയർ. നമ്മളുടെ കയ്യിലുള്ള റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മളുടെ ഫാമിലി, അവരൊക്കെ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാവുന്നത് നമ്മളൊരു ഫെയിലിയർ കൺഫ്രണ്ട് ചെയ്തതിന് ശേഷം മാത്രമാണ്. സോ ആഫ്റ്റർ എ ഫെയിലിയർ you will get to know your strengths, your discipline and the value of your relationships. So ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് only after when you confront a failure. And she says that personal happiness is not about achievements or qualifications, but it is when you survive the complications of life successfully. നമ്മൾക്ക് എന്ത് കിട്ടുന്നോ അല്ലെങ്കിൽ എന്ത് അച്ചീവ്മെൻറ്റ്സ് നമ്മൾക്ക് കിട്ടുന്നോ എന്നുള്ളതല്ല കാര്യം, നമ്മളുടെ ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് ഇൻ ലൈഫ് അതിനെ സക്സസ്ഫുള്ളി സർവൈവ് ചെയ്യുമ്പോഴാണ് നമ്മൾ പേഴ്സണൽ ഹാപ്പിനെസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ ഒരു സമയത്താണ്. ദെൻ ഷീ സ്പീക്സ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇമാജിനേഷൻ. അതാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. സോ ഇമാജിനേഷൻ നമ്മളുടെ ക്രിയേറ്റീവ് ഇമാജിനേഷൻ അല്ല പറയുന്നത്. ഇമാജിനേഷൻ ഇസ് വാട്ട് ഷീ തിങ്സ് അല്ലെങ്കിൽ വാട്ട് ഷീ സേസ്. ഇമാജിനേഷൻ ഈസ് ദി എബിലിറ്റി ടു എംപത്തൈസ് വിത്ത് അതേഴ്സ്. ബാക്കിയുള്ളവരുടെ പ്രോബ്ലംസ് നമ്മളുടെ പ്രോബ്ലംസ് ആണെന്ന് മനസ്സിലാക്കി അവരോട് ഒരു കൈൻഡ് ഓഫ് അനുഭവത്തോടു കൂടി പെരുമാറുക എന്ന് പറയുന്നതാണ് ഇമാജിനേഷൻ അക്കോർഡിംഗ് ടു J.K. Rowling. So she speaks about this particular thing because she saw many tortured victims during her work period at Amnesty Headquarters and African Research Department. So ഇവർ J.K. Rowling വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു പ്ലേസ് ആയിരുന്നു ആംനസ്റ്റി ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ആഫ്രിക്കൻ റിസർച്ച് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അതായത് ആഫ്രിക്കൻ സ്ലേവ് വിക്ടിംസ് അല്ലെങ്കിൽ ആഫ്രിക്കൻ സൈക്കോളജിക്കൽ വിക്ടിംസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന വിക്ടിംസ് കൗൺസിലിങ്ങിന് വേണ്ടി വരുന്ന ഒരു പ്ലേസ് ആയിരുന്നു ഈ ആംനസ്റ്റി ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അവിടെ വെച്ച് ഷീ സോ മെനി ഓഫ് ദീസ് ടോർച്ചേർഡ് വിക്ടിംസ് ഹു ആർ സ്ലേവ്സ്. മീൻസ് പണ്ട് സ്ലേവ്സ് ആയിരുന്ന കുറേ പേരുണ്ടായിരുന്നു. പിന്നെ സ്ലേവ് ട്രേഡിൽ പേരൻസിനെയും ഫാമിലിനെയും നഷ്ടപ്പെട്ടു പോയവരുണ്ടായിരുന്നു. അതല്ലാതെ ബ്രൂട്ടൽ പണിഷ്മെൻറ്റ്സ് ഫേസ് ചെയ്ത് ഒരുപാട് നാളിങ്ങനെ ബ്രൂട്ടൽ പണിഷ്മെൻറ്റ് ഫേസ് ചെയ്ത് മെൻ്റൽ ഇംബാലൻസ് വന്ന ഒരുപാട് പേര്. അങ്ങനെ കുറേ പേര് ഇവൾ കാണുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ്. ആംനസ്റ്റി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇവർ വർക്ക് ചെയ്തിരുന്ന ആ ഒരു സമയത്താണ്. ആൻഡ് ഷീ സീസ് ഹ്യൂമൻസിന് മാത്രമാണ് ഈ ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഫാക്ടർ ഇസ് ഒൺലി എക്സ്പീരിയൻസ് ബൈ ഹ്യൂമൻസിന് മാത്രമാണ് ആ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന കാര്യം, എംപതി എന്ന് പറയുന്ന കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ ഹ്യൂമൻസിന് മാത്രമേ പറ്റുള്ളൂ. ബിക്കോസ് ഓഫ് അവർ എബിലിറ്റി ടു ഇമാജിൻ. അത് നമ്മൾക്ക് പറ്റുന്നതിൻ്റെ റീസൺ ഇസ് ബിക്കോസ് വി ഹാവ് ദിസ് എബിലിറ്റി ടു ഇമാജിൻ. ഈ സിറ്റുവേഷൻസ് നമുക്കാണ് വന്നതെങ്കിലോ അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻസ് എൻ്റേത് കൂടിയാണെന്ന് പറയുന്ന ആ ഒരു ഇമാജിനേഷൻ പവർ നമുക്കുള്ളതുകൊണ്ടാണ്, ആ എംപതൈസിങ് പവർ നമുക്കുള്ളതുകൊണ്ടാണ് ആ ഒരു ഹ്യൂമാനിറ്റി നമുക്ക് കിട്ടിയേക്കുന്നത്. സോ J.K. Rowling പറയുന്നു വാട്ട് വി അച്ചീവ് ഇൻവേർഡ്ലി ബിക്കംസ് ആർ ഔട്ടർ റിയാലിറ്റി. നമ്മൾ എന്താണോ ഇൻവേർഡ്ലി അച്ചീവ് ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിൽ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്, അതാണ് നമ്മളുടെ ഔട്ടർ റിയാലിറ്റി ആയിട്ട് വരിക. സോ നമ്മളുടെ അകത്ത് എന്തെങ്കിലും ഒരു ഹ്യൂമാനിറ്റിയോ അല്ലെങ്കിൽ എംപതിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പുറത്തോട്ടും ആ ഒരു കാര്യം എക്സിബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾക്ക് ആ ഒരു എംപതി പവർ ഉണ്ടെങ്കിൽ വി ക്യാൻ ടച്ച് ഈച്ച് അതേഴ്സ് ലൈഫ് സിംപ്ലി ബൈ എക്സിസ്റ്റിംഗ്. സോ നമ്മുടെ ഉള്ളിൽ എംപതി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ചുറ്റുമുള്ളവരെ ടച്ച് ചെയ്യാനും ചുറ്റുമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും ആ ഒരു കൈൻഡ് ഓഫ് അവരുടെ ലൈഫ് ഒന്ന് ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നത് ഇസ് ബിക്കോസ് വി ഹാവ് ദിസ് എംപതി. അതില്ലെങ്കിൽ വിൽ ബി ലീഡിങ് എ വെരി ക്രൂവൽ ലൈഫ്. സോ വി ഷുഡ് ബി എൻഷുറിങ് ourselves that we have this empathy towards others in our life. Towards the end she says Harvard students are privileged. Harvard students they have multiple privileges because they are educated from the most reputed organizations that we have in old world. അല്ലേ, ഹാർവാർഡ് എന്ന് പറയുന്ന അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ഗ്രാജുവേറ്റഡ് ആവുക എന്ന് പറയുന്നതും ദേ ബിലോങ് ടു ദ ഒൺലി റിമൈനിങ് സൂപ്പർ പവർ നേഷൻ USA. അവർ ഇപ്പോൾ നിൽക്കുന്നതിൽ റിമൈനിങ് ആയിട്ടുള്ള ഒറ്റ സൂപ്പർ പവർ നേഷനേ ഉള്ളൂ, അത് USA ആണ്. ആൻഡ് ആ USA ബിലോങ് ചെയ്യുക എന്ന് പറയുന്നതും അവിടുത്തെ ഒരു ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ നിന്ന് ഗ്രാജുവേറ്റഡ് ആവുക എന്ന് പറയുന്നതും ഒരു പ്രിവിലേജ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ ഹാർവാർഡ് സ്റ്റുഡൻസിന് ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. ആൻഡ് ദിസ് പ്രിവിലേജ് ബിക്കംസ് ദെയർ ബേർഡൻ. കാരണം അവർക്ക് എത്ര പ്രിവിലേജസ് ഉണ്ടോ അതൊരു ബേർഡൻ ആണ്. ബിക്കോസ് ഈ പ്രിവിലേജസ് ഒക്കെ ഒരു ബെറ്റർ കോസിന് വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. ഇതൊരു റോങ് കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് വെരി പ്രോബ്ലമാറ്റിക്. സോ
whatever privileges they have, it should be used for better courses. So she advises every single students to raise voice for the voiceless, identify the powerless and help them. എല്ലാ voicelessനെയും ഐഡൻറ്റിഫൈ ചെയ്യുക, പവർലെസ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക, ആൻഡ് വി ഷുഡ് ബി ഏബിൾ ടു ഹെൽപ്പ് ദം. ആൻഡ് നമ്മളുടെ ഇമാജിനേറ്റീവ് പവർ വെച്ചിട്ട് വി ഷുഡ് ബി ഏബിൾ ടു ഇമാജിൻ എ വെരി ബെറ്റർ വേൾഡ് ദാറ്റ് ഈസ് എൻ ഈക്വൽ വേൾഡ്. എല്ലാ ഓപ്പർച്യൂണിറ്റീസും എല്ലാ റിസോഴ്സും ഈക്വൽ ആവുന്നൊരു വേൾഡിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത്. ആൻഡ് ഷീ ഓൾസോ അഡ്വൈസസ് ടു മെയിൻറ്റെയിൻ ഫ്രണ്ട്ഷിപ്സ്. നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഫ്രണ്ട്ഷിപ്സ്, നമ്മളുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് റീറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നൊരു അഡ്വൈസും കൊടുക്കുന്നു. ആൻഡ് അറ്റ് ദി എൻഡ് ഷീ എൻഡ്സ് ഹർ സ്പീച്ച് ബൈ ടെല്ലിങ് ദാറ്റ് ലൈഫ് ഈസ് എ ടെയിൽ. ലൈഫ് ഒരു സ്റ്റോറിയാണ്. So life is a tale and not how long it is but how good it is what matters. So നമ്മളുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. അത് എത്രത്തോളം ലോങ് ആണെന്നുള്ളതല്ല കാര്യം, അത് എത്രത്തോളം ഗുഡ് ആണ് അല്ലെങ്കിൽ അത് എത്രത്തോളം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു, അതിലെ കണ്ടൻറ്റ് എത്രത്തോളം നല്ലതാണ് എന്നുള്ളതിലാണ് കാര്യമിരിക്കുന്നത്. അതാണ് വാട്ട് മാറ്റേഴ്സ് ഇസ് ദാറ്റ് പെർട്ടിക്കുലർ തിങ്, നോട്ട് ഹൗ ലോങ് ഇറ്റ് ഇസ്. നമ്മൾ എത്രത്തോളം കാലം ജീവിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, നമ്മൾ ജീവിക്കുന്ന ആ ഒരു ഷോർട്ട് പീരീഡ് ആണെങ്കിൽ പോലും അതിൽ നമ്മൾ എത്രത്തോളം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു, എത്രത്തോളം ആൾക്കാരുടെ ലൈഫ് ടച്ച് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യമിരിക്കുന്നത്. സോ ഷീ എൻഡ്സ് ഹർ സ്പീച്ച് ബൈ ടെല്ലിംഗ് ദിസ് പെർട്ടിക്കുലർ point. Okay, I hope it's clear. Please tell me if you have any doubts. Thank you.